അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇപ്പോൾ കോടതി ഇന്നലെ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഈ കമ്മീഷനെ വഖഫ് നിയമം കണക്കിലെടുക്കാതെ നിയമിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല സർക്കാർ യാന്ത്രികമായി പ്രവർത്തിച്ചു, നിയമനം യുക്തിസഹമല്ല എന്ന അടക്കമുള്ള വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ യാന്ത്രികമായി പ്രവർത്തിച്ച സർക്കാരാണ് മുനമ്പം വിഷയത്തിൽ എന്ന വിമർശനത്തിൽ എന്താണ് മറുപടി? മുനമ്പത്തെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നം, പ്രത്യേകിച്ച് അവർ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി, അളന്ന് തിട്ടപ്പെടുത്തി വാങ്ങിയ ഭൂമി, അതിനുശേഷം അത് പോക്കുവരവ് നടത്തി വീണ്ടും കരമടച്ച് അവർ സ്വയമേ ആസ്വദിച്ചു കൊണ്ടിരുന്ന ഭൂമി, വീട് വെച്ചു, കച്ചവട സ്ഥാപനങ്ങൾ വെച്ചു, അവരുടെ സ്വന്തം ഭൂമി, ആ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 2019 വഖഫ് ബോർഡ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പാസ്സാക്കിയത്. വഖഫ് ബോർഡ് ഒരു ഉത്തരവ് പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഫൈനലാണ്. പിന്നുള്ളത് വഖഫ് ട്രൈബ്യൂണലാണ്. ഇപ്പോൾ ആ വിഷയങ്ങളെല്ലാം ട്രൈബ്യൂണലിൽ പെൻഡിംഗ് ആണ്. ട്രൈബ്യൂണലിൽ ഉത്തരവ് വരുന്നത് വരെ ഇത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് തന്നെ തുടരും. ട്രൈബ്യൂണൽ ഉത്തരവ് ഈ വഖഫ് ബോർഡിൻ്റെ തീരുമാനം ശരിവച്ചാൽ അത് പൂർണ്ണമായി വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ കരമടയ്ക്കാനുള്ള അവസരം റവന്യൂ വകുപ്പ് കൊടുത്തു. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. അവർ ബോണഫൈഡ് പർച്ചേസറാണ്, ശരിക്കും പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്, വാങ്ങിക്കുന്ന സമയത്ത് ഇതൊരു വഖഫ് പ്രോപ്പർട്ടി ആണെന്നുള്ള ഒരു ഡിസ്പ്യൂട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അന്നേരം ഇത്തരത്തിലുള്ള വലിയ തർക്കങ്ങളില്ല എന്ന് തന്നെ മനസ്സിലാക്കി. അതിനുശേഷം കോടതി, സിംഗിൾ ബെഞ്ച്, ഹൈക്കോടതി ഒക്കെ കയറി ഇറങ്ങി കരമടയ്ക്കാനുള്ള അവർക്ക് കിട്ടിയ അവസരം നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും ആ കേസ് പെൻഡിങ് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക, അതാണ് ഗവൺമെൻറ് പരിശോധിച്ചത്. അതിനുവേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വച്ച് ആ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ സ്വീകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാം എന്ന് ഗവൺമെൻറ് വിചാരിച്ചു. അതൊരിക്കലും ഇത് വഖഫ് പ്രോപ്പർട്ടിയാണോ, അതുപോലെ വഖഫ് നിയമങ്ങൾ ഇതിൽ ബാധകമാണോ, അത്തരത്തിൽ ഒരു വഖഫ് നിയമപ്രകാരം ആൻസർ ചെയ്യപ്പെടേണ്ട ഒരു ഭൂമിയുടെ ടൈറ്റിലുമായി ബന്ധപ്പെട്ടോ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം തീരുമാനമെടുക്കാനല്ല കമ്മീഷനെ വെച്ചത്. കമ്മീഷനെ വെച്ചത് ടു ഐഡന്റിഫൈ ദ പ്രസന്റ് ലൈ, നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ദി പ്രോപ്പർട്ടി കോംപ്രൈസ്ഡ് ദ ഓൾഡ് സർവേ നമ്പർ 18/1 ഓഫ് ദി വടക്കേക്കര വില്ലേജ് ഓഫ് എർസ്റ്റ്വൈൽ ട്രാവൻകൂർ സ്റ്റേറ്റ്. കൃത്യമായി ആ ഭൂമിയുടെ കിടപ്പും മറ്റ് സൗകര്യങ്ങളുമെല്ലാം അതിൻ്റെ സാഹചര്യങ്ങളുമെല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ടു എൻക്വയർ ആൻഡ് റിപ്പോർട്ട് ആസ് ടു ഹൗ ടു പ്രൊട്ടക്ട് ദ റൈറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദി ബോണഫൈഡ് ഓക്കുപ്പൻസ് ഓഫ് ദി സെറ്റ് ലാൻഡ് ആൻഡ് ടു റെക്കമെൻഡ് ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ബൈ ദി ഗവൺമെൻറ് ഇൻ ദാറ്റ് റിഗാർഡ്. ഗവൺമെൻറ് ഇതിലെടുക്കാൻ തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലെ ബോണഫൈഡ് പർച്ചേസർ, സത്യസന്ധമായി ഭൂമി വാങ്ങിച്ചവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ കമ്മീഷൻ ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ല, എക്സിക്യൂട്ട് ചെയ്യാനല്ല, അതിനുള്ള നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് കമ്മീഷൻ. സംസ്ഥാന സർക്കാർ ഈ 600 കുടുംബങ്ങളുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നത് എന്നത് പ്രധാനമാണല്ലോ. അപ്പോൾ സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ അത് ചെയ്തിട്ടില്ല എന്ന വിമർശനം നിങ്ങൾക്കെതിരെയുണ്ട്. ചില നിയമവിദഗ്ധർ പറയുന്നത് സർക്കാരിന് ഈ വഖഫ് ആക്ട് പ്രകാരമാകുമ്പോൾ ഈ 97, 99 നിയമങ്ങൾ അത് പ്രയോഗിക്കാമായിരുന്നു എന്നാണ്. കാരണം സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഈ വഖഫ് ബോർഡ് എന്നുള്ളത്. അപ്പോൾ സർക്കാരിന് ഡയറക്ഷൻ കൊടുത്ത് ഈ 97 ഇനാക്ട് ചെയ്യിക്കാം, പക്ഷെ അത് ചെയ്തിട്ടില്ല. അത് ചെയ്ത സർക്കാരുണ്ട്. കർണാടക അത് ഇൻവോക്ക് ചെയ്തുകൊണ്ട് നടപടിയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് നോട്ടീസ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. കർണാടകയിലും സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ ചെയ്ത കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് കരമടയ്ക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ എന്തുകൊണ്ട് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഇത്തരത്തിൽ പറയുന്ന വാദം ബാലിശമാണ്. ഗവൺമെൻറ്റിന് വഖഫ് നിയമപ്രകാരം ഒരു പ്രൊസീഡിങ്സ് പെൻഡിങ് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് 2008 മുതൽ 2019 വരെ 11 വർഷമാണ് വഖഫ് ബോർഡിൽ ഈ കേസ് പെൻഡിങ് നിന്നത്. അത് കൃത്യമായി EP 655/2008 ആ കേസ് വിധി പറഞ്ഞപ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതുപോലെ 6 വഖഫ് ബോർഡ് അംഗങ്ങളിൽ 4 പേരും UDFൻ്റെ നേതാക്കന്മാർ വഖഫ് ബോർഡ് ഭരിക്കുമ്പോഴാണ് ഇത് വഖഫ് പ്രോപ്പർട്ടിയായി കണ്ടെത്തി കൃത്യമായി പറഞ്ഞാൽ 5-ാം മാസം ഉത്തരവിറക്കി 20/5/2019. 9-ാം മാസം ആ വഖഫ് പ്രോപ്പർട്ടി ഏറ്റെടുത്തു. അത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് മാറി. അതുമായി ബന്ധപ്പെട്ടുള്ള ട്രൈബ്യൂണലിൽ കേസ് നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഗവൺമെൻറ്റിന് ഇതിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഹൈക്കോടതി ഇന്നലെ എന്താ പറഞ്ഞത്? ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വച്ചതുപോലും വഖഫ് നിയമത്തിനെതിരാണ്. കരമടയ്ക്കാനുള്ള നിർദ്ദേശം റവന്യൂ വകുപ്പ് കൊടുത്തതാണ്. അത് സിംഗിൾ ബെഞ്ചാണ് അത് അലവ് ചെയ്തു. പിന്നെ ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്തു. ഇപ്പോൾ സിംഗിൾ ബെഞ്ചിൽ കേസ് നിൽക്കുകയാണ്. ഈ കരമടയ്ക്കാനുള്ള തീരുമാനം LDF ഗവൺമെൻറ് അനുവദിപ്പിച്ചപ്പോൾ അതിനെതിരെ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് KPA മജീദാണ്, UDFൻ്റെ നേതാവാണ്. UDF ആണ് അതിനെതിരെ നിന്നത്. LDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കരമടയ്ക്കാനുള്ള അനുവാദം കൊടുത്തു, അനുഭാവപൂർവ്വം ഈ വിഷയം പരിഗണിച്ചു, ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു, റെക്കമെൻഡേഷനുകൾ സ്വീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി. അത്തരത്തിൽ ചെയ്യാവുന്നതിൻ്റെ മാക്സിമമാണ് ചെയ്തത്. പിന്നെ അങ്ങ് ചോദിച്ചതുപോലെ 97 പ്രകാരം ഉള്ള വിശേഷ
സവിശേഷ അധികാരമൊന്നും വഖഫ് ട്രൈബ്യൂണലിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടൈറ്റിൽ വിഷയം പെൻഡിംഗ് നിൽക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റിന് എടുക്കാൻ കഴിയില്ല. കർണാടകത്തിൽ അങ്ങ് സൂചിപ്പിച്ച സാഹചര്യം ആ പ്രോപ്പർട്ടി ഏതെങ്കിലും വഖഫ് നിയമപ്രകാരമുള്ള അതോറിറ്റിയുടെ മുന്നിൽ പെൻഡിംഗ് നിൽക്കുമ്പോഴല്ല അത്തരത്തിൽ എടുക്കാൻ. ഇപ്പൊ ഹൈക്കോടതി ആധികാരികമായി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ സെക്ഷൻ 85 പ്രകാരം നോ സൂട്ട് ഓർ അതർ ലീഗൽ പ്രൊസീഡിംഗ് ഷാൽ ലൈ not only by any civil or revenue court but also even before any other authority. ഗവൺമെന്റിന് പോലും മറ്റൊരു കാര്യവും ഇതിൽ ചെയ്യാൻ കഴിയില്ല. ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ടൈറ്റിൽ ഡീഡ് ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ പെൻഡിംഗ് ആണ്. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടെ താമസിക്കുന്ന മുഴുവൻ ആളുകളുടെയും വീടും സ്വത്തും സംരക്ഷിക്കണം, അവർക്ക് നികുതി അടയ്ക്കാൻ കഴിയണം, അവർക്ക് സ്വൈര്യമായി താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏത് കാര്യവും ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ്. ഇപ്പോൾ ഈ സമരസമിതിയുടെ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഇന്നത് ഗവൺമെന്റ് ചെയ്യുമെന്ന് പറ. നിങ്ങളെ നികുതി അടക്കാൻ ഈ ഗവൺമെന്റ് അനുവദിച്ചില്ലേ? ആരാണ് ആ നികുതി അടയ്ക്കുന്നതിനെതിരെ നിയമസഭയിലടക്കം പ്രമേയം കൊണ്ടുവന്നത്? ആരാണ് കോടതിയിൽ പോയത്? ആരാണ് ഡിവിഷൻ ബെഞ്ചിൽ പോയത്? ഈ കേസ് നടത്തുന്നത് ആരാണ്? ഈ ജുഡീഷ്യൽ കമ്മീഷനെ വച്ച ഗവൺമെന്റ് ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ ഇപ്പോൾ പോയത് ആരാണ്? ഈ വിധി നേടിയെടുത്തത് ആരാണ്? ഇതിനുവേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? സമരം നടത്തി സമരപ്പന്തൽ ഉണ്ടാക്കിയത് ആരാണ്? ഈ വിധിയെ ഇന്നലെ സ്വാഗതം ചെയ്തത് കാസ, അതുപോലെ BJP, അതുപോലെ SDPI, ഈ മൂന്ന് പേരാണ് ഈ വിധിയെ സ്വാഗതം ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിന് ഉത്തരവാദി ആരാണ് എന്ന് ആദ്യം മനസ്സിലാക്ക്. എന്ത് പോംവഴിയാണ് ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്ക്. നിയമപരമായി അനുവദിക്കുന്നതാണെങ്കിൽ അത് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ്. ഇപ്പൊ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു ഗവൺമെന്റിന് ഒരധികാരവുമില്ല ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും അപ്പീൽ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പീൽ പോകും. നാളെയോടുകൂടി അപ്പീൽ ഫയൽ ചെയ്യും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷന് നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന് സമർപ്പിക്കാവുന്നത് മാക്സിമം മേടിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുക. അതോടൊപ്പം തന്നെ വഖഫ് ട്രൈബ്യൂണലിൽ നിൽക്കുന്ന കേസ്, ഇതിൽ പല തർക്കങ്ങളുണ്ട്. വെദർ ഇറ്റ് ഈസ് വഖഫ് പ്രോപ്പർട്ടി ഓർ ഗിഫ്റ്റ് എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ശരിക്കും വഖഫ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഡെഡിക്കേഷൻ ടു അള്ളാഹയാണ്, പൂർണ്ണമായിട്ടുള്ള ഡെഡിക്കേഷൻ ആണ്. ഇതിൽ കൃത്യമായിട്ട് പൂർണ്ണമായിട്ടുള്ള ഡെഡിക്കേഷൻ അല്ല. ഒന്ന്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. രണ്ട്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി വിൽക്കാനുള്ള അനുവാദം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ഭൂമി തിരിച്ച് കൊടുത്ത ആളിലേക്ക് തിരിച്ചു വരും. അങ്ങനെ 3 കണ്ടീഷനുകൾ വെച്ചിട്ടാണ് 1950 ഈ ഭൂമി ഇവിടെ വഖഫ് ചെയ്തു എന്ന് അവകാശപ്പെടുന്നത്. അപ്പോൾ അത് വഖഫ് അല്ല, ഗിഫ്റ്റാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. വഖഫ് ബോർഡ് ഇങ്ങനെ കണ്ടെത്തിയാലും വഖഫ് ട്രൈബ്യൂണലിന് തെളിവെടുത്ത് തന്നെ ഇതിൽ ശരിയായിട്ടുള്ള തീരുമാനമെടുക്കാം. അതുകൊണ്ട് ഈ കേസിന്റെ നടത്തിപ്പിന് ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നതിൽ എല്ലാം ചെയ്യും. ഇതിൽ അവിടുത്തെ ജനങ്ങൾക്ക് ചെയ്യേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യും. നിയമപരമായി ഗവൺമെന്റ് ഇവരുടെ ഭാഗമായി നിന്നുകൊണ്ട് ഏറ്റവും ന്യായമായിട്ടുള്ള വിധി, ഇവർക്ക് അവിടെ സ്വൈര്യമായി താമസിക്കാനുള്ള, അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. ആ ഗവൺമെന്റുമായി, ആ തീരുമാനവുമായി, ആ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി ഗവൺമെന്റ് അന്തിമമായി പോരാട്ടം സംഘടിപ്പിച്ച് മുന്നോട്ട് പോകും. പക്ഷേ ഇവർ എത്ര ദിവസമായി അവിടെ സമരം ചെയ്യുന്നു? ആ ദിവസങ്ങൾ കൂടി സർക്കാരിന്റെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഒരു ഉറപ്പ് നൽകാൻ, അവർ ഈ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എന്ത് ശ്രമങ്ങൾ നടന്നു എന്നൊരു വിഷയം കൂടിയാണ്. ഏതായാലും ഷാഫി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.